സോഷ്യൽ മീഡിയ മുഴുവൻ സിദ്ദിഖേ മോനെ മടങ്ങി വരൂ, മോൻ ചോദിച്ചതെല്ലാം തരാം, മോനെ കാണാതൊരു സമാധാനവുമില്ല, കണ്ടു കിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നൊക്കെയുള്ള ട്രോളുകളാണ്. എവിടെ മടങ്ങി വരാൻ? മടങ്ങി വന്നാൽ അകത്ത് പോയി കിടക്കണം. ഇപ്പോൾ ജയിലിലാണെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ കിട്ടുമെങ്കിലും തറയിലേ കിടക്കാൻ പറ്റൂ. കൊതുക് കടി കൂടെ കൊള്ളിയും വേണം. അതിനേതായാലും നിന്നു കൊടുക്കാൻ സിദ്ദിഖ് തയ്യാറല്ല. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകുമെന്നാണ് സിദ്ദിഖിന്റെ വിശ്വാസം. കാരണം സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ തീവാർന്ന വാദപ്രതിവാദം നടക്കും. എണ്ണം പറഞ്ഞ മുതിർന്ന അഭിഭാഷകരാണ് സിദ്ദിഖിനും അതിജീവിതയ്ക്കും സംസ്ഥാന സർക്കാരിനും വേണ്ടി ഹാജരാകുന്നത്. ചെറിയ ആളുകളൊന്നും അല്ല. അതിന് രാജ്യത്തെ കോളിളക്കം ഉണ്ടാക്കിയ കേസുകളിൽ വമ്പൻ കക്ഷികൾക്ക് വേണ്ടി വാദിച്ചവർ. ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ലഹരി കേസിൽ അറസ്റ്റിലായപ്പോൾ ജാമ്യത്തിലിറക്കിയ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയും നടനുമായ ദിലീപിന് വേണ്ടിയും സുപ്രീം കോടതിയിൽ ഹാജരായത് ഈ മുകുൾ റോത്തഗിയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറാണ് ഹാജരാകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടി മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള സാക്ഷികളെ വീണ്ടും വിസ്തരിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടപ്പോൾ സർക്കാരിന് വേണ്ടി അതിനെ എതിർക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തത് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാറാണ്. ആ കേസിൽ ഏറ്റുമുട്ടിയവർ സിദ്ദിഖിന്റെ കേസിലും നേർക്കുനേർ വരുന്നുവെന്നതാണ് ശ്രദ്ധേയം. അതിജീവിതയ്ക്ക് വേണ്ടി സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി പൊരുതുന്ന മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ ഹാജരാകും. ഗുജറാത്ത് കലാപത്തിനിടെ കൂട്ട ബലാത്സംഗത്തിനിരയാവുകയും മകളുടെ ഉൾപ്പെടെ അരുംകൊലകൾ കൺമുന്നിൽ കാണുകയും ചെയ്ത ബിൽക്കിസ് ബാനുവിന് നീതി ഉറപ്പാക്കാൻ ഈ വനിതാ അഭിഭാഷകയാണ് പരമോന്നത നീതിപീഠത്തിൽ നിയമ പോരാട്ടം നടത്തിയത്. താരസംഘടനയായ അമ്മയും വനിതാ കൂട്ടായ്മയായ WCCയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് സിദ്ദിഖിന്റെ വാദം. സിദ്ദിഖ് അങ്ങനെയാണ് ഹർജിയിൽ പറയുന്നത്. മാത്രമല്ല ശരിയായ അന്വേഷണം നടത്താതെയാണ് കേസിൽ പ്രതിയാക്കിയതെന്നും ആരോപിക്കുന്നു. മാത്രമോ ഹൈക്കോടതി നിരീക്ഷണങ്ങളെ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. നടനെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ കുറ്റം ചെയ്തുവെന്ന സൂചനയാണ് ഉള്ളതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതടക്കമുള്ള നിരീക്ഷണങ്ങളെയാണ് സിദ്ദിഖ് ഹർജിയിൽ ചോദ്യം ചെയ്യുന്നത്. താൻ നിരപരാധിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നതും ഹർജിയിൽ പറയുന്നു. തെളിവ് ശേഖരത്തിന് അറസ്റ്റോ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലോ ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു.